ശാസ്ത്രദീപ്തി. മൂക്ക് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ. മൂക്കിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? മൂക്ക് ഉപയോഗിച്ച് ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെയാണ്? മൂക്കിന്റെ എൻട്രൻസ് എന്നറിയപ്പെടുന്നത് നാസാദ്വാരം എന്ന ഭാഗമാണ്. ഇവ സെപ്റ്റം എന്നു പേരുള്ള ഒരു തരുണാസ്ഥി ഉപയോഗിച്ച് രണ്ടായി വേർതിരിച്ചിരിക്കുന്നു. ഇതിന്റെ തൊട്ടുപിറകിലായി നാസാഗഹ്വരം കാണപ്പെടുന്നു. നാസാദ്വാരത്തിനുള്ളിൽ വായുവിനെ നനയ്ക്കുവാനും ഫിൽറ്റർ ചെയ്യുവാനുമുള്ള ചില സൗകര്യങ്ങളുണ്ട്. മൂക്കിന്റെ രണ്ടു വശങ്ങളിലുമുള്ള മ്യൂക്കസ് സ്തരങ്ങൾ മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുകയും അവ മൂക്കിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതിനൊപ്പം മൂക്കിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന രോമങ്ങളും പൊടിപടലങ്ങളും ശ്വാസകോശത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നു. മൂക്കിന്റെയും അനുബന്ധ അവയവങ്ങളുടെയും മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് ഗന്ധം തിരിച്ചറിയുക. നമ്മുടെ മൂക്കിലേക്ക് എത്തുന്ന ഗന്ധം ആദ്യം എത്തുന്നത് ഓൾ ഫാക്ടറി എപ്പിത്തീലിയത്തിലേക്കാണ്. അവിടെ നിന്നും ഗന്ധം ഓൾ ഫാക്ടറി നാഡികൾ വഴി ഓൾ ഫാക്ടറി ബൾബുകളിലേക്കും തലച്ചോറിലും എത്തിക്കുന്നു. അവിടെ വെച്ച് ഗന്ധം എന്താണെന്ന് തിരിച്ചറിയുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ താൽക്കാലികമായോ സ്ഥിരമായോ ഗന്ധം തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടേക്കാം. ഈ അവസ്ഥയുടെ പേരാണ് അനോസ്മിയ. നേസൽ മ്യൂക്കോസയുടെ തടിപ്പ് മൂലമോ നേസൽ അറയിലുണ്ടാകുന്ന ബ്ലോക്ക് മൂലമോ തലച്ചോറിലെ ടെമ്പററി ലോബിന്റെ തകരാർ മൂലമോ ഇത് സംഭവിക്കാം. ഭക്ഷണം ചീത്തയായോ എന്നും അന്തരീക്ഷത്തിൽ വിഷവാതകങ്ങൾ ഉണ്ടോ എന്നും ഒക്കെ നമ്മുടെ മൂക്കുകൾ കൊണ്ട് മണത്തുകൊണ്ട് ഉറപ്പിക്കുന്നത് റിസ്ക് ആണെങ്കിൽ നാം നിരാശപ്പെടേണ്ട. ആ ഗന്ധം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ ഒരു ഉപകരണം കൂടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മൂക്കിന്റെ എല്ലാ പ്രവൃത്തികളും മൂക്കിനേക്കാൾ ഒരുപടി ഭംഗിയായി ചെയ്യുന്ന ഇലക്ട്രോണിക് മൂക്ക് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗന്ധമറിയാനുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഇലക്ട്രോണിക് മൂക്ക്. ഗന്ധം തിരിച്ചറിയാനുള്ള മനുഷ്യന്റെ സ്വതസിദ്ധമായ കഴിവിനേക്കാൾ കൂടുതൽ കൃത്യമാണ് ഇലക്ട്രോണിക് മൂക്കിന്റെ പ്രവർത്തനം. ഇതുവഴി കൂടുതൽ വിഷമയമായ വാതകങ്ങൾ ശ്വസിക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാവും. സെൻസർ ടെക്നോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, നിർമ്മിത ബുദ്ധി എന്നിവയുടെ കോമ്പിനേഷനാണ് ഇതിനു പിന്നിൽ. ഇവിടെ സെൻസറാണ് റിസപ്റ്ററായി പ്രവർത്തിക്കുന്നത്. ഗന്ധമുള്ള വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ഇലക്ട്രോണിക് മൂക്കിൽ ഉള്ള സെൻസർ കെമിക്കൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ സ്ഥാപിക്കുകയും ഇവ സെൻസറിന്റെ പ്രോപ്പർട്ടിയിൽ മാറ്റം വരുത്തുകയും ഇവ കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി ഓരോ ഗന്ധത്തിനും അനുബന്ധമായ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവയിലൂടെ നമുക്ക് ആ ഗന്ധത്തെ തിരിച്ചറിയാം. ഇതിന് ധാരാളം ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസം സെൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ രോഗം നിർണ്ണയിക്കുവാനും അപകടകരമായ വാതകങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുവാനും ആഹാരത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച് അത് ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പിക്കുവാനും ഈ ഇലക്ട്രോണിക് മൂക്ക് വഴി നമുക്ക് കഴിയും. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.